കൊണ്ടും പ്രസംഗം കൊണ്ടും സാധാരണക്കാർക്കിടയിൽ ഒരു കൂട്ടം ആളുകൾ, അതായത് പുത്തൻവാദികൾ, വിദഅത്തുകാർ ഉണ്ടാക്കി തീർത്ത ഒരു ധാരണയുണ്ട്. കേവലം ശുപാർശകരായി നല്ല മനുഷ്യന്മാരായി കഴിഞ്ഞുകൂടിയിരുന്നതായ ആളുകളുടെ രൂപങ്ങൾ അവരെ ശുപാർശകരായി കണ്ടുകൊണ്ട് ആളുകൾ വെച്ചു. കേവലം ഞങ്ങളുടെ അല്ലാഹുവിലുള്ള ശുപാർശകർ എന്ന നിലക്ക് മാത്രമാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ദൈവങ്ങളെ, ഇലാഹുകളെ കണ്ടിരുന്നതെന്നും മുസ്ലിമീങ്ങൾ ബഹുഭൂരിപക്ഷവും എന്നവർ പറയില്ല. മുസ്ലിങ്ങൾ പൊതുവായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളെ സുന്നികൾ എന്ന് ചുരുക്കി പറയാറുണ്ട്. ആ സുന്നികൾ അവർ സാധാരണ ഇവർ ഔലിയാക്കളെ പറ്റിയും മഹാത്മാക്കളെ പറ്റിയും എന്താണോ വിശ്വസിക്കുന്നത്, ഈ വിശ്വാസം തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകൾക്ക് അവരുടെ ദൈവങ്ങളെ കുറിച്ചുണ്ടായിരുന്നത് എന്നും ഇന്ന് പൊതുവായി വാദിക്കപ്പെടുന്ന ഒരു വാദമാണ്. ഇവിടുത്തെ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ബഹുദൈവ വിശ്വാസം എങ്ങനെയാണോ ഉള്ളത്, അവരുടെ ബഹുദൈവ വിശ്വാസത്തിന്റെ രീതി എന്താണോ, അവരുടെ ബഹുദൈവ വിശ്വാസത്തിന്റെ സങ്കല്പം എങ്ങനെയാണോ, അവരുടെ ബഹുദൈവ വിശ്വാസം വന്നത് എങ്ങനെയാണോ, ഇതേ രീതിയിൽ വന്ന് ഇതേ സങ്കല്പത്തിൽ നിലകൊണ്ട് ഇതേ വിശ്വാസത്തിലൂടെ കടന്നുപോയിരുന്നവരാണ് പഴയ കാലങ്ങളിലെ ബഹുദൈവ വിശ്വാസികളും മുശ്രിക്കുകളും എന്ന് പ്രമാണങ്ങൾ മുഴുക്കയും വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദനിയത്തായ, അതായത് ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച സൂറത്താണെങ്കിൽ പോലും സാധാരണ മക്കീ സൂറത്തുകളെ പോലെ മക്കയിലെ ജനങ്ങൾ ആ ബഹുദൈവ വിശ്വാസികളെ വിളിച്ച് സംബോധന ചെയ്യുന്നത് പോലെ അവരെ വിളിച്ച് സംബോധന ചെയ്തിട്ടുള്ള ഒരായത്ത് അൽ ബഖറയുടെ തുടക്കത്തിലുണ്ട്. വിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞു, വിശ്വാസികളെ കുറിച്ച് വിവരിച്ച് അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, ശേഷം മുനാഫിഖുകൾ എന്ന വിഭാഗത്തെയും പറഞ്ഞ ശേഷം അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്ന് തുടങ്ങുന്ന ഒരായത്ത്. ഈ ആയത്തിനെ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വ്യാഖ്യാനിക്കുന്നു. തന്റെ തഫ്സീറിൽ വ്യാഖ്യാനിച്ചിട്ട് അതിന്റെ അവസാനത്തിൽ എത്തുന്നത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ എന്നാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ എന്താണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന്? ഫലാ തജ്അലൂ, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപുള്ളവരെയും സൃഷ്ടിച്ചത്, ആകാശങ്ങളെ പടുത്തത്, ഭൂമിയെ വിരിപ്പാക്കി തന്നത് എല്ലാം അല്ലാഹുവാണെന്ന് അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലേക്ക് ചൂണ്ടി ബോധ്യപ്പെടുത്തിയ ശേഷം അല്ലാഹു പറയുന്നു ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. ഫലാ തജ്അലൂ, അതുകൊണ്ട് നിങ്ങൾ വച്ചു പുലർത്തുന്നത് അൻദാദ, എതിരാളികളായ ദൈവങ്ങളെ, മത്സരികളായ എതിരാളികളായ ദൈവങ്ങളെ, ലില്ലാഹി, അല്ലാഹുവിനിക്ക് സമം, അള്ളാഹുവിനിക്ക് സമന്മാരായ ദൈവങ്ങളെ നിങ്ങൾ അള്ളാഹുവിനിക്ക് വേണ്ടി വെച്ച് പുലർത്തരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾക്കറിയാമല്ലോ അവ സൃഷ്ടാക്കളല്ല എന്ന്, അവ യഥാർത്ഥ റബ്ബുകളല്ല എന്ന്, എന്നിട്ടും നിങ്ങൾ അവയെ റബ്ബ്, ഇലാഹ്, ദൈവം എന്ന് വിളിക്കുന്നല്ലോ, അത് ചെയ്യരുത് എന്ന് കുറിക്കുന്ന ആയത്തിനെയാണ് മഹാനായ ഇമാം റാസി വ്യാഖ്യാനിക്കുന്നത്. വിസ്തരിച്ചുള്ള വ്യാഖ്യാനമാണ്, സുദീർഘമായ വ്യാഖ്യാനം. ആ വ്യാഖ്യാനത്തിനിടയിൽ ഏതെല്ലാം തരത്തിലുള്ള ബഹുദൈവ വിശ്വാസമാണ് ഈ ആയത്തിൽ സംബോധന ചെയ്യപ്പെട്ട മക്കക്കാർ വെച്ചു പുലർത്തിയിരുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി വളരെ സുന്ദരമായി ഏത് ബുദ്ധിജീവികളുടെ സംശയവും നീക്കുന്ന തരത്തിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ചെറുതായി വായിക്കാം. അദ്ദേഹം പറയും അൽ മസ്അലത്തുൽ ഊല, ഇവിടെ പറയേണ്ട പ്രഥമമായ വിഷയം, ധാരാളം ഭാഷാപരമായ വിവരണങ്ങളും മറ്റും കഴിഞ്ഞ ശേഷം ഇവിടെ കുറെ വിഷയങ്ങൾ പറയാറുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വിവരിക്കുകയാണ്. അൽ മസ്അലത്തുൽ ഊല, ഇവിടെ പറയേണ്ട പ്രഥമ വിഷയം, ഒന്നാമത്തെ വിഷയം, അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാബിഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ. ഉണ്മയിലും കഴിവിലും അറിവിലും എല്ലാവിധ സൂക്ഷ്മ നിരീക്ഷണങ്ങളിലും ആസൂത്രണങ്ങളിലുമെല്ലാം സമമായിട്ടുള്ള ഒരു ശരീരം പങ്കാളി അല്ലാഹുവിനുണ്ടെന്ന് ഒരാളും ലോകത്ത് വിശ്വസിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, ഉണ്മയിലും കഴിവിലും വിവരത്തിലും ആസൂത്രണത്തിലും എല്ലാത്തിലും സമന്മാരായുള്ള ഒരു ഇലാഹുണ്ടെന്ന്, അല്ലാഹുവിന് സമനായ ഒരു ഇലാഹുണ്ടെന്ന് ലോകത്താരും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് വരെയും ഇതുണ്ടായിട്ടില്ല. ഹിജ്റ 600 ആദ്യത്തിലാണ് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെട്ട
മരണപ്പെടുന്നതിന്റെ മുൻപ് 5-ാം നൂറ്റാണ്ടിലാണ് മഹാനുള്ളത്. 6-ാം നൂറ്റാണ്ടിൽ മഹാനായ ഇമാം റാസി 6-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ മഹാൻ, 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നും അദ്ദേഹത്തെ പറയുന്നുണ്ട്. മഹാനായ ഇമാം റാസി വിവരിക്കുന്ന ഇന്ന് വരെയില്ല. لكن الثانوية يثبتون إلهين أحدهما عليم يفعل الخير والثاني سفيه يفعل الشر. പക്ഷേ സനവിയത്ത് എന്ന ഒരു വിഭാഗം മജൂസികളുടെ ഒരു വിഭാഗമാണ്, അഗ്നി ആരാധകരുടെ ഒരു വിഭാഗം. ഈ വിഭാഗം 2 തരം ദൈവങ്ങളെ തുല്യശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരാൾ നന്മയുടെ സൃഷ്ടാവും ഒരാൾ തിന്മയുടെ സൃഷ്ടാവും. നമുക്ക് കെടുതൽ ഉണ്ടാക്കുന്നത് ഒരു ദൈവവും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ദൈവവും എന്നവർ വിശ്വസിക്കുമ്പോൾ നേട്ടകോട്ടങ്ങൾക്ക് 2 ദൈവം സമമാകണമല്ലോ, ഈ അർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അല്ലാഹുവിനെ പുറമെ എത്രയോ ദൈവങ്ങളെ വിശ്വസിക്കുക എന്നത് എത്രയോ ആളുകളുടെ രീതിയാണ് ഈ ആയത്തിൽ പറഞ്ഞതുപോലെ. ഈ വിശ്വാസത്തിലേക്ക് പോയവർ എത്രയോ ഉണ്ട്. ഒന്നാമത്തെ വിഭാഗം അബദത്തുൽ കവാകിബ്, നക്ഷത്ര പൂജകരാണ്. അവരാണ് സ്വാബിഅ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. فإنهم يقولون إن الله تعالى خلق هذه الكواكب وهذه الكواكب هي المدبرات لهذا العالم. ഈ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചവരായിരിക്കെ എങ്ങനെയാണ് നക്ഷത്ര പൂജകരായി ഇവർ മാറിയത്? ആ വിഭാഗം പറയുന്നത് അല്ലാഹുവാണ് നക്ഷത്രങ്ങളുടെ സൃഷ്ടാവ്. പക്ഷേ നാം നിവസിക്കുന്ന ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രകന്മാർ ഇവയെ പോറ്റുന്നവർ നക്ഷത്രങ്ങളാകുന്നു എന്നവർ വിശ്വസിക്കുന്നു. നക്ഷത്രങ്ങളുടെ സൃഷ്ടാവ് അല്ലാഹുവാണെങ്കിലും നക്ഷത്രങ്ങളാണത്രേ ഇതൊക്കെ നോക്കി നടത്തുന്നത്. നമ്മൾ നേരിട്ട് നോക്കി നടത്തുന്നത് നക്ഷത്രങ്ങളായതുകൊണ്ട് നക്ഷത്രങ്ങളെയാണ് നമ്മൾ പൂജിക്കേണ്ടത്, നക്ഷത്രങ്ങളാണ് നമ്മുടെ ആരാധ്യം. തങ്ങളുടെ സൃഷ്ടാവിനെ നക്ഷത്രങ്ങൾ ആരാധിക്കട്ടെ. നോക്കട്ടെ നിങ്ങൾ, 1-ാം വിഭാഗത്തിന്റെ രീതി. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് നക്ഷത്രങ്ങളാണ്. നമ്മളിലുണ്ട് ആ വിശ്വാസത്തിന്റെ നേരിയ അംശമായിട്ട് വരുന്ന ജ്യോതിഷത്തിന്റെ ഭാഗങ്ങളൊക്കെ, അതൊക്കെ ആ വിശ്വാസത്തിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ ചിതറിയ അംശങ്ങളാണ്. നക്ഷത്രങ്ങളാണ് ഈ ലോകത്തിന്റെ സകല ചലനങ്ങളും നിയന്ത്രിക്കുന്നത്. ഇവയുടെ സൃഷ്ടാവ് അല്ലാഹുവായതുകൊണ്ട് അവ തങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിക്കട്ടെ. നമുക്ക് നേരിട്ട് പങ്ക് നക്ഷത്രങ്ങളോടായതുകൊണ്ട് നമ്മുടെ ദൈവങ്ങൾ നക്ഷത്രങ്ങളാവട്ടെ. 1-ാം വിഭാഗം. രണ്ടാമത്തെ വിഭാഗം യേശുവിനെ ദൈവമായി കാണുന്ന ക്രിസ്ത്യാനികൾ. അതിന്റെ കാരണം പ്രസിദ്ധമാണ്. ദൈവപുത്രനായി നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു പുത്രനായി ദൈവപുത്രനായി അവതരിച്ചത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് പരിഹാരമായി വന്നിട്ടുള്ള യേശുവിനോടാണ് നമുക്ക് കടപ്പാട്. അത് ദൈവപുത്രനാണ്, ദൈവാംശമാണ്, ത്രിയേകത്വത്തിലെ ഒരു മൂർത്തിയാണ്. അതുകൊണ്ട് അതാണ് നമുക്ക് നേരിട്ട് ഇബാദത്ത് ചെയ്യാനും ആരാധിക്കാനുമുള്ള രക്ഷാകർത്താവ് ദൈവം. ഇവിടെയുണ്ട് യേശുവിനെ ഇബാദത്ത് ചെയ്ത് ആരാധ്യനായി ദൈവമാക്കുക തന്നെ. 3-ാം വിഭാഗമാണ് വിഗ്രഹാരാധകർ. ഇത് നാം ആദ്യം വരിക്കുന്ന ചർച്ചയാണ്. വിഗ്രഹാരാധകരുടെ ദീനിനേക്കാൾ പഴക്കമുള്ള ഒരു ദീനിവിടെയില്ല. അതാണ് നമുക്ക് സുപരിചിതമായ ദീനുകളിൽ ഏറ്റവും പഴക്കം തൗഹീദ്. അതിന്റെ ശേഷം നൂഹ് നബിക്ക് ശേഷം സമൂഹം വന്നതിൽ ആ സമൂഹത്തിന്റെ ദീനിൽ ഏറ്റവും പഴക്കമുണ്ട് ദീൻ അബദത്തുൽ ഔസാന്റെ ദീൻ. لأن أقدم الأنبياء الذين نقل إلينا تاريخهم هو نوح عليه السلام. നമുക്ക് ചരിത്രത്തിൽ ലഭ്യമായ പ്രവാചകരിൽ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട 1-ാം പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമാണ്. وهو إنما جاء بالرد عليهم على ما أخبر الله تعالى عن قوله في قوله قالوا وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا എന്ന് വിശുദ്ധ ഖുർആൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം ഉദ്ധരിക്കുന്നതുകൊണ്ട് അത്രയും ദൈവങ്ങൾ ആ ജനത ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാം.